കുഞ്ഞുങ്ങളുടെ സ്ത്രീകളുടെ ഓരോ രക്തത്തുള്ളിയും പാഴാകില്ല ഓർത്തോളൂ, പാഴാകില്ല ഓർത്തോളൂ. ഐക്യദാർഢ്യം, ഐക്യദാർഢ്യം, ഫലസ്തീൻ മക്കൾക്ക് ഐക്യദാർഢ്യം, ഫലസ്തീൻ മക്കൾക്ക് ഐക്യദാർഢ്യം. ബഹുജന റാലി സിന്ദാബാദ്, ബഹുജന റാലി സിന്ദാബാദ്. അമേരിക്കയും ഇസ്രായേലും, അമേരിക്കയും ഇസ്രായേലും, ഇന്ന് അറേബ്യൻ രാജ്യങ്ങളിലെ ഷെയ്ഖുമാരെ ആർക്കും ഓർമ്മയില്ല. ആ സമയത്ത് പെട്രോ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. നെറ്റോറ്റൻബർഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. സ്പെയിൻ എന്താ അറിയാം, കംബോഡിയ എന്താ അറിയാം, ഇറ്റലി എന്താണെന്ന് അറിയാം. ആ രാജ്യങ്ങളെല്ലാം പ്രതിഷേധത്തിന്റെ തീജ്വാല ഉയർന്നു പോകുകയാണ്. ലോകത്തിലെ 8-9 രാഷ്ട്രങ്ങളില്ലാത്ത മുഴുവൻ രാഷ്ട്രങ്ങളെ കൊണ്ടും ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ അംഗീകരിപ്പിക്കാൻ ഹമാസിന് കഴിഞ്ഞു. അതുപോലെ ട്രംപിന്റെ ഈ വെട്ടുതീർപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ അത് ഹമാസ് തള്ളിക്കളയുമെന്നാണ് ട്രംപും നെതന്യാഹുവും വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങളെ ഹമാസ് എതിരാക്കാം എന്ന ആ ട്രംപിന്റെ വോട്ടിലേക്ക് ബാലറിഞ്ഞു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഹമാസ് ചെയ്തത്. അത്തരത്തിൽ നോക്കുമ്പോൾ ഈ സമരം, ഈ പോരാട്ടം ഒരു വൻ വിജയമായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. 2 വർഷം തികയുന്ന ഈ സന്ദർഭത്തിൽ ലോകത്തുള്ള ഏകദേശമൊക്കെയുള്ള അത്യാവശ്യം നന്മയുള്ള മുഴുവൻ മനുഷ്യരും, സ്വച്ഛാധിപതികളും ധിക്കാരികളുമായ ഭരണാധികാരികൾ ഇതിനെതിരെ ശക്തമായി നിൽക്കുമ്പോൾ തന്നെ അവിടങ്ങളൊക്കെയുള്ള സാധാരണക്കാരായ മനുഷ്യത്വമുള്ള സ്ത്രീകളും കുട്ടികളും യുവാക്കളും ഒക്കെ അടങ്ങുന്ന വമ്പിച്ച ജനക്കൂട്ടങ്ങൾ എന്തുകൊണ്ടാണ് തൊഴിലിറങ്ങുകയും പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും. വെൽഫെയർ പാർട്ടി വെട്ടത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ഗസ ഐക്യദാർഢ്യ നൈറ്റ് മാർച്ചിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമരസഖാക്കളെ, ത്തോളമായി ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തെ തെമ്മാടി രാഷ്ട്രം ഗസ എന്ന് പറയുന്ന ഒരു ചെറിയ തുരുത്തിൽ കഴിയുന്ന മനുഷ്യർക്കുമേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അധിനിവേശവും അക്രമവും നരഹത്യയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ലോകത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന നാനാവിധ മനുഷ്യർ ഒത്തുചേർന്നുകൊണ്ട് മനുഷ്യൻ എന്ന ഒരൊറ്റ കാറ്റഗറിക്കുള്ളിൽ നിർത്താൻ കഴിയുന്ന മനുഷ്യത്വമുള്ള മജ്ജയും മാംസവും രക്തവുമുള്ള എല്ലാ മനുഷ്യരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പറയുകയാണ്, ഫലസ്തീനു വേണ്ടി ശബ്ദിക്കുകയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന ഈ തെമ്മാടി രാഷ്ട്രത്തെ, അതിന്റെ ആധിപത്യത്തെ, സ്വേച്ഛാധിപത്യത്തെ തകർക്കുന്നതിന് വേണ്ടി അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്.